ഓക്കെ, സ്ക്രീന് വിസിബിൾ ആവുന്നില്ലേ? യെസ്. എന്തെങ്കിലും ഓഡിയോ ഇഷ്യൂ അല്ലെങ്കിൽ സ്ക്രീന് വിസിബിൾ ആകാത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വോയിസിൽ തന്നെ റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സിഗ്നലിനെ സ്കെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നും കൂടി അത് വേഗം ഡിസ്കസ് ചെയ്യാം. ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്താണ് അല്ലേ? അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഗിവൺ സിഗ്നൽ ആൻഡ് സ്കെച്ച് ദ ഫോളോയിങ്. അതാണ് ക്വസ്റ്റ്യൻ സിഗ്നലാണ്. ആണിത്. ഇത് 0 വരെ ഓക്കെ. അപ്പോൾ അതിന്റെ വാല്യൂ 2 ആണ്. 1ൽ അതിന്റെ വാല്യൂ 1 ആണ്. 2ൽ അഗെയിൻ 2 ആണ്. 3ൽ അഗെയിൻ 1 ആണ്. 4ൽ അഗെയിൻ 1 ആണ്. ആൻഡ് 5ൽ അതിന്റെ വാല്യൂ 3 ആണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ഒരു ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ഡിസ്ക്രീറ്റ് ടൈം വാല്യൂസ് ആണ്. ഓക്കെ, മേലെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് ആണ് ഈ y ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പം n=0 എന്നുള്ള ടൈമിൽ അവിടെ സിഗ്നലിന്റെ സ്ട്രെങ്ത് ആണ് 2. അതാണ് നമുക്ക് y ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതിൽ വേറൊരു കേസ് കൂടി എഴുതാൻ പറ്റും. എന്താണ്? സിഗ്നൽ x ഓഫ് n ആണ് പറയുന്നത്. അപ്പം x ഓഫ് n, n-ന്റെ വാല്യൂസ് ഫസ്റ്റ് 0 ആകുമ്പോൾ x ഓഫ് 0 വരും. n-ന്റെ വാല്യൂസ് 1 ആകുമ്പോൾ x ഓഫ് 1 വരും. n-ന്റെ വാല്യൂ 2 ആകുമ്പോൾ x ഓഫ് 2 വരും. ഓക്കെ, അപ്പൊ n-ന്റെ വാല്യൂ 0 ആകുമ്പോൾ x ഓഫ് 0ന്റെ വാല്യൂ എത്രയേ? ഈ ഒരു ഫിഗർ നോക്കി പറഞ്ഞേ. x ഓഫ് 0ന്റെ വാല്യൂ എത്രയാ? 2 അല്ലേ? x ഓഫ് 0ന്റെ വാല്യൂ 2 ആണ്. ഇനി x ഓഫ് 1ന്റെ വാല്യൂ 1. Okay, a similar way x of 2ന്റെ വാല്യൂ again 2. Then x of 3ന്റെ വാല്യൂ എന്താണ്? Again 1. x of 4ന്റെ വാല്യൂ 1. x of 5ന്റെ വാല്യൂ 3. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. അപ്പൊ n-ന് 0 to 5 വരെ വാല്യൂസ് വേരി ചെയ്യുന്ന സമയത്ത് x ഓഫ് n-നും അതേ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ x ഓഫ് 0ന് 2, x ഓഫ് 1ന് 1, അങ്ങനെ മാറി x ഓഫ് 5 3, അത്ര വരെ വാല്യൂസ് വരും. ആ കാര്യം ഓർത്തല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണ്? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y ഓഫ് n ഈസ് ഈക്വൽ ടു 2 ഓഫ് x ഇൻറ്റു -2n പ്ലസ് 1. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ഇതിൽ 4 ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ? എന്താ? അവിടെ 2 ഇൻറ്റു വരുന്നത് കൊണ്ട് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് വരുന്നുണ്ട് അല്ലെ? ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് വരുന്നുണ്ട്. ദെൻ -2 വരുന്നത് കൊണ്ട്, -ഓഫ് വരുന്നത് കൊണ്ട് ഇവിടെ എന്താണ്? ഒരു ടൈം റിവേഴ്സൽ ഓപ്പറേഷൻ വരുന്നുണ്ട് അല്ലെ? അവിടെ ടൈം റിവേഴ്സൽ വരുന്നുണ്ട്. ദെൻ n+1 അങ്ങനെ വരുന്ന എന്താ? അവിടെ ടൈം ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് അല്ലെ? ഇനി -2 ആണ്. 2 ഇൻറ്റു ടൈം വാല്യൂ ആണ്, അല്ലെങ്കിൽ ഇവിടെ സാമ്പിൾ വാല്യൂ ആണ്. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്? ടൈം സ്കെയിലിംഗും വരുന്നുണ്ട്. അപ്പൊ 4 ഓപ്പറേഷൻസ് വരുന്നുണ്ട് അല്ലെ? ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ഉണ്ട്, ടൈം സ്കെയിലിംഗ് ഉണ്ട്, ടൈം റിവേഴ്സൽ ഉണ്ട്, ആൻഡ് ടൈം ഷിഫ്റ്റിംഗ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ വരികയാണെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ട്. നമ്മളൊരു ഓർഡറിലാണ് അതിനെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ടൈം ഷിഫ്റ്റിംഗ് അല്ലേ ചെയ്യാ? ഫസ്റ്റ് എന്താ ചെയ്യാ? ആ ഒരു ഓർഡർ പറഞ്ഞേ. ഇതിപ്പോ 4 ടൈം ഷിഫ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് ഏതാ ചെയ്യാ? ടൈം ഷിഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് ടൈം സ്കെയിലിംഗ് അല്ലേ? ആ ഒരു ഓർഡർ പറഞ്ഞേ. ടൈം ഷിഫ്റ്റിംഗ്, ടൈം സ്കെയിലിംഗ്, പിന്നെ ഏതാ വരിക? നിങ്ങൾ എന്നാ പറഞ്ഞോ? പിന്നെ ഏതാ വരിക? ടൈം റിവേഴ്സൽ ആണോ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണോ? പറഞ്ഞേ. ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് വരും, ടൈം സ്കെയിലിംഗ് വരും, ടൈം റിവേഴ്സൽ വരും, ആൻഡ് ഫൈനലി എന്ത് വരും? ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗും വരും.
ഓക്കെ, അപ്പൊ ഈ ഓർഡറിലാണ് അത് ഫോളോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ഓരോ ഓപ്പറേഷൻസും ചെയ്ത് നോക്കാം. ഇത്ര വരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ബോയ്സിന് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ഈ പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ബോയ്സ് ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ടൈം ഷിഫ്റ്റിംഗ് ആണ്. അത് നമുക്ക് കുഴപ്പമില്ല അല്ലെ. എക്സ് ഓഫ് എൻ നമുക്ക് തന്നിട്ടുണ്ട് സിഗ്നൽ. ഇവിടെ എക്സ് ഓഫ് എൻ എന്തോ ഇവിടെ സിഗ്നൽ തന്നിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ് അല്ലെ. എക്സ് ഓഫ് എൻ ആണ് ഇത്. ഇനി നമുക്ക് അതിന്റെ എക്സ് ഓഫ് എന്താണ് എൻ പ്ലസ് വൺ ആണ് വേണ്ടത്. എക്സ് ഓഫ് എൻ പ്ലസ് വൺ ആണ് വേണ്ടത്. അപ്പൊ നോക്കിയേ, എക്സ് ഓഫ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാല് എക്സ് ഓഫ് എൻ പ്ലസ് വൺ ആണ്. സോ ദ സിഗ്നൽ ഷുഡ് ബി ഷിഫ്റ്റഡ് ലെഫ്റ്റ് വേർഡ്സ് അല്ലെ. ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യണം? 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് ഓപ്പറേഷൻ പറഞ്ഞത്. എക്സ് ഓഫ് എൻ പ്ലസ് വൺ ആണ്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിക്കലി തന്നെയും വേണമെങ്കിൽ വരച്ചു നോക്കാം. ബട്ട് ഗ്രാഫിക്കലി വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അതിന്റെ സീക്വൻഷ്യൽ ഫോം എഴുതാം. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗ്രാഫിക്കലി ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുകളിൽ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബെറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സീക്വൻഷ്യൽ ഫോം ആൻഡ് ഡു ദ ഓപ്പറേഷൻസ്. അതാണ് നല്ലത്. ആദ്യം തന്നിരിക്കുന്ന സിഗ്നലിനെ ഗ്രാഫിക്കൽ ആണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യുക? സീക്വൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഓപ്പറേഷൻസ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു സിഗ്നൽ തന്നിരിക്കുന്ന ഈ സിഗ്നലിനെ ഒരു അതിന്റെ ഇതിപ്പോ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനിലാണ് ഉള്ളത്. അതിനെ നമുക്ക് ഒരു സീക്വൻഷ്യൽ റിപ്രസെന്റേഷനിലേക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു വാല്യൂസ് പറഞ്ഞേ. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു yes 2, 1, 2, 1, 1,3 അല്ലെ. ഇങ്ങനെയാണ് എക്സ് ഓഫ് എൻ എഴുതുക. ഓക്കെ, ഇനി അപ്പോൾ എക്സ് ഓഫ് എൻ പ്ലസ് വൺ. പിന്നെ അത് മാത്രമല്ല, ഒന്ന് ശ്രദ്ധിക്കണം. എക്സ് ഓഫ് എൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ടൂവിന്റെ താഴെ ഒരു ഏറോ മാർക്ക് കാണിക്കണം. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിഗ്നൽ എൻ ഈക്വൽ ടു 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കുക, എൻ ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ ആണ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സിഗ്നലിന്റെ 0 റെഫറൻസ് എവിടെയാണോ, ഇപ്പൊ നെഗറ്റീവില് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസ് നമ്മൾ എന്താ പറയാ, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ ഈ ഏറോ മാർക്ക് കാണിച്ചതിന്റെ ലെഫ്റ്റ് സൈഡിലും വാല്യൂസ് ഉണ്ടാവും. അപ്പം ഈ ഏറോ മാർക്ക് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ സിഗ്നൽ 0 കോയിൻസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ എവിടെയാണോ വരുന്നത് ആ സ്ഥലത്താണ് നമ്മൾ ഈ ഏറോ മാർക്ക് കാണിക്കുക. അപ്പൊ അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ ഒരു സിഗ്നൽ, ഈ ഒരു സീക്വൻഷ്യൽ ഫോം ഒന്ന് മനസ്സിലാവും. ഇതൊക്കെ പോസിറ്റീവ് സൈഡിലുള്ള വാല്യൂസ് ആണ്. അല്ലെങ്കിൽ എന്നിന് 0 തൊട്ട് പോസിറ്റീവ് സൈഡിലേക്കാണ് എന്ത് വരുന്നത്? സിഗ്നൽ വാല്യൂസ് വരുന്നത് അല്ലെ. നെഗറ്റീവില് വാല്യൂസ് ഒന്നും ഇല്ല. അപ്പൊ ഇനി ഇതിൽ എക്സ് ഓഫ് എൻ പ്ലസ് വൺ ആണ് വേണ്ടത്. എൻ പ്ലസ് വൺ ആകുമ്പോൾ ഈ ഗ്രാഫിക്കൽ തന്നെ ഞാൻ മാറ്റി വരക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോ. ആക്ച്വലി സീക്വൻഷ്യൽ ഫോം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ സിഗ്നൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ 1 യൂണിറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ആദ്യം 2 എന്നുള്ളത് ഒരു 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെയുള്ള 1 എന്നുള്ളത് അഗെയിൻ 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സിമിലർ വേ ഇവിടെയുള്ള 2 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ 1 ഷിഫ്റ്റ് ചെയ്യും, ഈ 1 ഷിഫ്റ്റ് ചെയ്യും, ഈ 3 ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഫൈനലി നമുക്ക് ആ ഫിഗർ എങ്ങനെ വരക്കാം? ഈ 2 എന്ത് ചെയ്തു? ഈ 2 -1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് 2 ആണ്. ആൻഡ് 1ലുള്ള 1 0ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2ലുള്ള 2 1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 3ലുള്ള 1 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 4ലുള്ള 1 3ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 5ലുള്ള 1 3
4ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം 2 1 1 3 കണ്ടോ, എല്ലാം 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നോക്കിയേ 0 to 5 വരെ ആയിരുന്നു സിഗ്നൽ അല്ലേ, 0 to 5 വരെ ആയിരുന്നു സിഗ്നൽ. ബട്ട് ഇവിടെ നോക്കിയേ -1 to 4 വരെയായി സിഗ്നൽ. എല്ലാം നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഇതിന്റെ സീക്വൻഷ്യൽ ഫോം എങ്ങനെ എഴുതാം? ഫസ്റ്റ് എന്താ, സിഗ്നൽ സെയിം ആണ്, 2, 1, 2, 1, 1, 3 ഇതന്നെയാണ് സിഗ്നൽ. ഇവിടെ n=0 അല്ലെ, ഇവിടെയാണ് എറർ മാർക്ക് വരിക. ഇനി ഈ സിഗ്നൽ നോക്കണേ, ഈ സിഗ്നലിന്റെ x ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്, അല്ല സോറി, x ഓഫ് -1 എന്ന് പറയുന്നത് 2 ആണ്, x ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്, x ഓഫ് 1 2 ആണ്, x ഓഫ് 2 1 ആണ്. അങ്ങനെ എങ്ങനെ നോക്കണം? ഇവിടെ n=0 എന്ന് പറയുന്നത് 1 ആണ്, അതുപോലെ x ഓഫ് n=-1 ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതാണ് x ഓഫ് -1. അങ്ങനെ അപ്പൊ ഫസ്റ്റ് ഓപ്പറേഷൻ കറക്റ്റ് ആയി, x ഓഫ് n+1 ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ നെക്സ്റ്റ് എന്താ നമുക്ക് വേണ്ടത്? ടൈം സ്കെയിലിംഗ് ആണ് അല്ലെ. അപ്പൊ x ഓഫ് 2n+1 ആണ് വേണ്ടത്, x ഓഫ് 2n+1 ആണ് വേണ്ടത്. അപ്പൊ നോക്കൂ, ഓൾറെഡി ഇനി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിഗ്നലിനെയാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സിഗ്നൽ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് വെച്ചു, എന്നിട്ട് നെക്സ്റ്റ് ഇനി അതിന്റെ മുകളിൽ ടൈം സ്കെയിലിംഗ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ 2 into ടൈം. ഓക്കെ, ടൈം സ്കെയിലിംഗ് എന്ന് വെച്ചാൽ ഇവിടെ സാമ്പിൾസ് ആണ് ചെയ്യേണ്ടത്, കാരണം ഇത് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. അപ്പൊ 2 into ആണ് വരുന്നത്. 2 into വരുന്നത് എന്താണ്? a>1 ആണ്, 1-നേക്കാളും മുകളിലാണെങ്കിൽ ആ സിഗ്നൽ നമ്മൾ കംപ്രസ് ചെയ്യാണ് ചെയ്യുക അല്ലെ, കംപ്രസ് ചെയ്യും. ആൻഡ് ഓൾസോ അതിന്റെ ടൈം വാല്യൂസിനൊക്കെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ഓക്കെ, ഇവിടെയാണെങ്കിൽ സാമ്പിൾസിനൊക്കെ ഈ സാമ്പിൾ വാല്യൂ എന്ന് പറയുമ്പോൾ -1 to 4 വരെയുള്ള വാല്യൂസിനൊക്കെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആണെങ്കിൽ ഡയറക്റ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് ആ സിഗ്നൽ അങ്ങനെ വരച്ചാൽ മതിയായിരുന്നു. ബട്ട് ഇത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? n-ന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് അതിന്റെ പുതിയ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത്. ഇത് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. അപ്പം x ഓഫ് 2n+1 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അതിനി ഇവിടെ നോക്കുക, നമുക്ക് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. ഇത് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന സിഗ്നൽസ് ആണ്. ഇനി n-ന് ഓരോ വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോർമലി 0 1 2 3 അങ്ങനെ കുറച്ച് പോസിറ്റീവ് വാല്യൂ കൊടുക്കുക, -1 -2 -3 അങ്ങനെ കുറച്ച് നെഗറ്റീവ് വാല്യൂസും കൊടുക്കുക. അപ്പൊ എപ്പോഴാണോ അത് 0 വരുന്നത് അത്ര വരെ അതിന് വാല്യൂസ് കൊടുത്തു വെക്കാം. കാരണം അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് സിഗ്നൽ വാല്യൂസ് ഉള്ള പോയിന്റുകൾ കിട്ടും, അതുപോലെ സിഗ്നൽ 0 ആയിട്ടുള്ള പോയിന്റുകളും കിട്ടും. അപ്പൊ യൂഷ്വലി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? n-ന് 0 കൊടുക്കും. ഇനി ആ ഇക്വേഷൻ കൊടുക്കേണ്ടത് എവിടെയാണ്? n-ന്റെ വാല്യൂസ് കൊടുക്കേണ്ടത് ഏത് ഇക്വേഷനിലാണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി n+1 x ഓഫ് n+1 ഷിഫ്റ്റ് ചെയ്ത സിഗ്നൽ ആണ്. അപ്പൊ ഈ സിഗ്നലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മുകളിൽ x ഓഫ് 2n കൊടുത്താൽ മതി. ഓക്കെ, കാരണം ഓൾറെഡി അത് n+1 ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ സിഗ്നലിനെ x ഓഫ് ഈ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം, x ഓഫ് n+1 എന്ന് പറയുന്നത് x ഓഫ് n+1 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാല്യൂ x1 ഓഫ് n ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ x1 ഓഫ് n കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണേണ്ടത് x1 ഓഫ് 2n ആണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇവിടെ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ x ഓഫ് 2n+1 കാണിക്കേണ്ട ആവശ്യമില്ല, n+1 ഓപ്പറേഷൻ നമ്മൾ ചെയ്തു, ഇനി x ഓഫ് 2n കാണിക്കേണ്ടുള്ളൂ. ഓക്കെ, മറിച്ച് നിങ്ങൾ ഈ ഫസ്റ്റ് സിഗ്നലിലാണ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ എന്താ x ഓഫ് 2n+1 തന്നെ എടുത്തിട്ട് ആ ഇക്വേഷനിലാണ് n-ന്റെ വാല്യൂസ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓൾറെഡി n+1 ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് n-ന്റെ വാല്യൂസ് x ഓഫ് 2n കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം n-ന്റെ വാല്യൂ 0 ആകുമ്പോൾ എന്ത് കിട്ടും? x ഓഫ് 0 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഓഫ് 0ന്റെ വാല്യൂ എത്രയാണ് ഇവിടെ ഈ ഷിഫ്റ്റ് ചെയ്ത സിഗ്നലിൽ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, x ഓഫ് 0ന്റെ വാല്യൂ 1 ആണ്. ഇനി n=1 കൊടുത്തു നോക്കുക സെക്കൻഡ് വാല്യൂ, അപ്പോഴെന്താവും? x ഓഫ് 2 into n ആണ്, 2 into 1 2 വരും, x ഓഫ് 2 വരും. x ഓഫ് 2 is equal to എത്രയാണ്? ഈ ഷിഫ്റ്റ് ചെയ്ത സിഗ്നലിൽ x ഓഫ് 2ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ 1 വരും. ഇനി n=1 കൊടുത്തു നോക്കാം. സോറി, നമ്മൾ 1
സോറി n ഈക്വൽ ടു 2 കൊടുത്തു നോക്കാം. 2 കൊടുക്കുമ്പോൾ എന്താ x ഓഫ് 2 ഇൻറ്റു 2 x ഓഫ് 4 ആകും. x ഓഫ് 4ന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 4ന്റെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പം x ഓഫ് 4 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി നമ്മൾ വേണമെങ്കിൽ x ഓഫ് 3 ചെയ്ത് n-ന്റെ വാല്യൂ 3 ചെയ്ത് നോക്കുക. n ഈക്വൽ ടു 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? x ഓഫ് 2 ഇൻറ്റു 3 6 കിട്ടും. x ഓഫ് 6ന് വാല്യൂ ഉണ്ടോ ഇവിടെ? ഇല്ല. 4ന് ശേഷം 0 ആണ് അല്ലേ? സോ x ഓഫ് 6ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി n-ന്റെ വാല്യൂ 3ന്റെ മുകളിൽ എവിടെ പോയാലും എല്ലാത്തിനും വാല്യൂ 0 ആയിരിക്കും. സോ കൊടുത്തു മൈനസ് 2 ഇല്ല, 1 വരെയേ ഉള്ളൂ. സോ അതും എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും കൊടുത്താലേ സിഗ്നൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടുന്നുള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. അപ്പൊ നമുക്ക് ആ വാല്യൂ കിട്ടിയത് 1 ആണ് കിട്ടിയത്. അപ്പൊ അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. 1,1,3. ഇതെന്താണ്? ഡിസ്ക്രീറ്റിന്റെ കേസ് ആയതുകൊണ്ടാണ് ഇതുപോലെ വരുന്നത്. നമ്മൾ കണ്ടിന്യൂസ് സിഗ്നൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഈ ടൈം വാല്യൂസിൽ -1 to 4 എന്നുള്ള വാല്യൂസിനെ ഡിവൈഡ് ബൈ 2 ചെയ്യും. അപ്പൊ 4/2 എന്ത് വരും? 2 വരും. അപ്പം 2 വരെ സിഗ്നൽ ഉണ്ടാവും. -1/2 എന്ന് പറഞ്ഞാൽ -0.5 വരും. സോ -0.5 to 2 വരെ സിഗ്നൽ ഉണ്ടാവും. അത് ആ രീതിയിൽ കംപ്രസ് ആവും അല്ലേ? ഇവിടെ എങ്ങനെ കംപ്രസ് ആയി? ഇത് നമുക്ക് ഗ്രാഫിക്കലി കാണിക്കാൻ പറ്റുവാണെങ്കിൽ എന്താകും? n ഈക്വൽ ടു 0ന് 1 ഉണ്ടാകും. n ഈക്വൽ ടു 1ന് 1 ഉണ്ടാകും. n ഈക്വൽ ടു 2ന് 3 ഉണ്ടാകും. ഇങ്ങനെയാണ് x ഓഫ് n ഉണ്ടാകുക. 0, 1, 2, ഇവിടെ 1, 1, 3. നോക്കിയേ, ഈ സിഗ്നലിലേക്ക് കംപ്രസ് ആയില്ലേ? കംപ്രസ് ആയില്ലേ? ഇപ്പോഴത് മനസ്സിലായിട്ടുണ്ടോ? ടൈം സ്കെയിലിംഗ് വരുന്നത് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പം നിങ്ങൾ ഈ കണ്ടിന്യൂസ് സിഗ്നലും ഡിസ്ക്രീറ്റ് സിഗ്നലും തമ്മിൽ ഒന്നിച്ച് കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ ടൈം സ്കെയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് ഓർമ്മിക്കുക. n-ന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തു വെക്കുക. ഓക്കെ. അപ്പോൾ പോസിബിൾ വാല്യൂസ് 0 തൊട്ട് 2-3 പോസിറ്റീവ് വാല്യൂയും കൊടുക്കുക, പിന്നെ 2-3 നെഗറ്റീവ് വാല്യൂയും കൊടുക്കുക. എവിടെയാണ് കൊടുക്കേണ്ടത്? അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ആ ഇക്വേഷനിൽ x ഓഫ് 2n + 1 x ഓഫ് 2n + 1 കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിഗ്നലിനെ കൺസിഡർ ചെയ്തിട്ട് ചെയ്താൽ മതി. മറിച്ച് നമ്മളത് ഷിഫ്റ്റ് ചെയ്തത് മാറ്റി വരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ x ഓഫ് 2n കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ. രണ്ടില് കൊടുത്താലും x ഓഫ് 2n + 1 കൊടുത്തിട്ട് ഫസ്റ്റ് സിഗ്നൽ കൺസിഡർ ചെയ്താലും x ഓഫ് 2n കൊടുത്തിട്ട് സെക്കൻഡ് സിഗ്നൽ മാറ്റി വരച്ച ഷിഫ്റ്റ് ചെയ്ത സിഗ്നൽ കൺസിഡർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് 113 തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ടൈം സ്കെയിലിംഗ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ റിവേഴ്സലാണ്. x ഓഫ് -2n + 1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അത് നമുക്ക് സിംപ്ലി ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം? 3, 1, 1 എഴുതിയിട്ട് ഈ 1ന്റെ മുകളിൽ ഏറോ മാർക്ക് കൊടുക്കാം. ഓക്കെ. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള സീക്വൻസിനെ നേരെ തിരിച്ചിടുക. ഇവിടെ എങ്ങനെയാ വരുന്നത്? ഇവിടെ വരുന്നത് ഈ ഏറോ മാർക്ക് ഫസ്റ്റ് സിഗ്നലിലാണ് അല്ലേ? എന്താ? സിഗ്നൽ n ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 1-നാണ്. സോ ഏറോ മാർക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ടൈം റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നേരെ ആ സിഗ്നൽസിനൊക്കെ വാല്യൂസിനൊക്കെ തിരിച്ചിട്ടിട്ട് ഏറോ മാർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക. അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെയാണ് സിഗ്നൽ എത്തിയത് അല്ലേ? ടൈം സ്കെയിലിംഗ് കഴിഞ്ഞു. ഇനി നോക്കിയേ, ഈ സിഗ്നലിന്റെ ടൈം റിവേഴ്സൽ എങ്ങനെ വരും? ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആ വെർട്ടിക്കൽ ആക്സിസിന് നേരെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലല്ലേ വരിക അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ റൈറ്റ് സൈഡിലെ പോസിറ്റീവ് വാല്യൂസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? ഇതുപോലെ വരക്കാൻ പറ്റും അല്ലേ? ഇവിടെ 1, 1, ഇവിടെ 3. ഇത് എന്താണ്? x ഓഫ് -n ആണ് അല്ലേ? ഈ ഫസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടിയത്. x ഓഫ് 2n ആണ്. ഞാൻ അതാ 2 കൊടുത്തിട്ടില്ല. x ഓഫ് 2n വാല്യൂ ഇതാണ് x ഓഫ് n എങ്കിൽ ആ x ഓഫ് n-ന്റെ x ഓഫ് -n ഇങ്ങനെയല്ലേ ഉണ്ടാവുക? നോക്കിയപ്പോ വാല്യൂസ് എവിടെയൊക്കെയാ വരുന്നത്? 0, -1, -2 അല്ലേ? ഇതാണ് x ഓഫ് n. അതിന്റെ നേരെ x ഓഫ് -n താഴെയുള്ള ഈ ഒരു സിഗ്നൽ ആണ് വരുന്നത്. അപ്പൊ നോക്കി എങ്ങനെ വരും? 3, 1, 1 എന്ന് വരും. എന്നിട്ട് ആ ഏറോ മാർക്ക് എന്ത് വരും? ലാസ്റ്റത്തെ 1-ന്റെ അടുത്ത്. ക്ലിയർ ആയോ?
അപ്പോൾ ഒന്നുമില്ല, ഈ സീക്വൻഷ്യൽ ഫോമിലാണെങ്കിൽ ഇതുപോലെ ഗ്രാഫിക്കലി വരഞ്ഞ് നോക്കണ്ട. സീക്വൻഷ്യൽ ഫോമിലാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് ഓഫ് എൻ 113 ആണെങ്കിൽ എക്സ് ഓഫ് മൈനസ് എൻ എന്തായിരിക്കും, 311 ആയിരിക്കും. ആൻഡ് ഓൾസോ ആ ഏറോ മാർക്ക് നേരെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും ചിന്തിച്ചാൽ മതി. ഇപ്പം ഏറോ മാർക്ക് ഫസ്റ്റ് വണ്ണിലുള്ളത് 113 എന്നുള്ളത് നേരെ 311 ഇടാം. ഏറോ മാർക്ക് ആദ്യം ഏതിന്റെ മുകളിലാണോ അവിടെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, അതപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ എൻഡിലേക്ക് വന്നോളൂ. ടൈം റിവേഴ്സിൽ ക്ലിയർ ആയിട്ടുണ്ടോ? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് അപ്പം 2 ഇൻറ്റു എക്സ് ഓഫ് മൈനസ് 2n പ്ലസ് 1 അതാണ് നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ ചെയ്യേണ്ടത്. ഓക്കെ, അത് സിമ്പിൾ ആണ്. കാരണം നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ സിഗ്നലിനെ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേ വേണ്ടുള്ളൂ. അവിടെ നമ്മൾ ടൈം വാല്യൂവോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ വാല്യൂസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം 3നെ എന്ത് ചെയ്യുക, ഇവിടെ 2 ആണ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗിൽ കോൺസ്റ്റന്റ് വരുന്നത് 2 ആണ്. അപ്പൊ 3 ഇൻറ്റു 2 6 വരും. 6,2,2 ആ ഏറോ മാർക്ക് ആ ഫൈനൽ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇതിനെ മാറ്റി വരക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനൊരു സിഗ്നൽ വരക്കുകയാണെങ്കിൽ ഇവിടെ 6, 2, 2 ഇതാണ് 2 ഓഫ് എക്സ് ഓഫ് മൈനസ് n വരിക. ഓക്കെ, -2 -1 0. ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഓരോ ഓപ്പറേഷൻസ് നമ്മൾ ശരിക്കും എന്താ, അത് ലോജിക്ക് വെച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഫസ്റ്റ് അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നു, പിന്നെന്താ സിഗ്നൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി അതിന്റെ മുകളിൽ നമ്മൾ ടൈം സ്കെയിലിംഗ് ചെയ്യുന്നു. അപ്പോൾ ടൈം സ്കെയിലിംഗ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ സിഗ്നൽ നോക്കുക. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആണെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിന് വാല്യൂസ് കൊടുത്തിട്ട് ചെയ്യാം. അത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കുക. പിന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യണം, ടൈം റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ടൈം റിവേഴ്സ് ചെയ്യുക, പിന്നെ എന്താ ചെയ്യണം, അതിന് ഫൈനലി ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗും ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഗ്രാഫിക്കലി വരച്ച് നോക്കാതെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാവുന്നതാണ്. ഒന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ സീക്വൻഷ്യലിൽ എഴുതുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം. അപ്പം തന്നിരിക്കുന്ന സിഗ്നലിനെ ആദ്യം സീക്വൻഷ്യലിലേക്ക് മാറ്റിയിട്ട് അതുപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇല്ലേ, സെറ്റ് ഓഫ് n ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് n/2 -2. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കും. കാരണം ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ഒറ്റൊരു ക്വസ്റ്റ്യൻ, ഇതുപോലെ 2, 3, 4 സ്റ്റെപ്പുകൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കും. ഓക്കെ, എന്നിട്ട് നാളെ എന്നോട് ആൻസർ പറയും. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോയിക്കൂടെ? ഓക്കെ, ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്ര പോർഷൻസ് ആകുമ്പോൾ ആ ഒരു ഏരിയ നമ്മൾ സിഗ്നൽസിനെ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഡിഫറെന്റ് ഫോംസ് ഓഫ് സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, സിഗ്നൽസിനെ ഓൾറെഡി നമ്മളൊരു ക്ലാസിഫിക്കേഷൻ, എലമെന്ററി സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൂടാതെ നോർമൽ സിഗ്നൽസ് നമ്മൾ ഇലക്ട്രോണിക്സ് സെക്ഷനിൽ യൂസ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് അറിയാം അല്ലെ, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. അത് ഓൾറെഡി നോൺ ആണ്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ടൈം പീരീഡിന് എല്ലാ ടൈം വാല്യൂസിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉള്ള സിഗ്നൽ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഒരു പെർട്ടിക്കുലർ ഡിസ്ക്രീറ്റ് ടൈം പീരീഡിൽ മാത്രമേ ആ സിഗ്നലിന് വാല്യൂ ഉള്ളൂ എങ്കിൽ എന്താണ്, അത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം. പിന്നെന്താ, ഡിറ്റർമിനിസ്റ്റിക്സ് ആൻഡ് റാൻഡം സിഗ്നൽസ് ഉണ്ട്. പിന്നെ കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് ഉണ്ട്. എനർജി ആൻഡ് പവർ സിഗ്നൽ ഉണ്ട്. പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നൽ, ഇവൺ ആൻഡ് ഓഡ് സിഗ്നൽസ്, ആൻഡ് ഫൈനലി ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സിഗ്നൽസ്. ഇങ്ങനെ ഒരു 7 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽസ്,
causal and non-causal signals, energy and power signals, periodic and non-periodic signals, even and odd signals, and finally bounded and unbounded signals. ഒരു 7 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇതങ്ങനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മൾ ഓരോ സിഗ്നൽസിനെയും അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഇക്വേഷൻസും ഓരോ കണ്ടീഷൻസും പറയും. അതാണ് മെയിൻ ആയിട്ട്. ഓരോ സിഗ്നൽ, ഇപ്പൊ ഒരു സിഗ്നൽ കോസൽ ആകണമെങ്കിൽ ആ സിഗ്നൽ ഷുഡ് ബി ഒബേ വൺ പെർട്ടിക്കുലർ കണ്ടീഷൻ. അതാണ് കേസ്. നമ്മൾ ഓരോ സിഗ്നൽസിന്റെയും ഫീച്ചേഴ്സ് വെച്ചിട്ട് ഓരോ കണ്ടീഷൻസ് പറയും. അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടുന്ന സിഗ്നൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അങ്ങനെയാണ്. കോസ്റ്റൽ സിഗ്നൽ നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ t less than 0. ടിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആകുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആവുന്ന സമയത്ത് എക്സ് ഓഫ് എന്നിന് വാല്യൂസ് ഇല്ല. അതാണെങ്കിൽ അത് കോസൽ ആണ്. ഓക്കെ, അല്ല അങ്ങനെയല്ല, ടി നോട്ട് ഈക്വൽ ടു 0, എക്സ് ഓഫ് എൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ ടി 0 ആണ്. വിച്ച് മീൻസ് നെഗറ്റീവ് വാല്യൂസിനും സിഗ്നലിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ അത് നോൺ കോസൽ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് സിഗ്നൽസ് എന്ന് പറയും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഇവിടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ടൈപ്പ് ഓഫ് സിഗ്നൽസിനും ഒരു സ്പെസിഫിക് കണ്ടീഷൻ നമ്മൾ പറയും. ആ കണ്ടീഷൻ ഒബേ ചെയ്യുവാണെങ്കിൽ ആ ഒരു സിഗ്നൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. അല്ല എങ്കിൽ അത് അതിൽ ഉൾപ്പെടുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റത്തെ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമുക്ക് നോൺ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് നോക്കാം. 1 second. ഓക്കെ, ഞാനിപ്പോ ഓഡിബിൾ അല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് നോക്കാം. ഓക്കെ, ഒരു സിഗ്നൽ കോസൽ ആകണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്, നോൺ കോസൽ ആകണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ് നോക്കാം. ഓക്കെ, ഇപ്പൊ കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കോസൽ സിഗ്നലിന് കോസൽ സിഗ്നലിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അതിനെ ഒന്നുകൂടി പറയും, എന്താണ്? റൈറ്റ് സൈഡഡ് സിഗ്നൽ. എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡഡ് സിഗ്നൽസ്? ഇവിടെ എന്താ കണ്ടീഷൻ പറയുന്നത്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ, ടി ഇവിടെ ടൈം ആക്സിസിൽ ഇവിടെ ടി വാല്യൂ 0, ഇവിടെ ടി ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരും അല്ലെ. ലെഫ്റ്റ് സൈഡിലൊക്കെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ വാല്യൂ 0 ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ അതിന് വാല്യൂസ് ഇല്ല. ഓൺലി ഇറ്റ് ഹാസ് വാല്യൂസ് ഓൺ റൈറ്റ് സൈഡ്. ഓക്കെ, റൈറ്റ് സൈഡിൽ മാത്രമേ വാല്യൂസ് ഉള്ളൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. യു ഓഫ് ടി എന്താണ്? യു ഓഫ് ടിക്ക് റൈറ്റ് സൈഡിൽ മാത്രമല്ലേ വാല്യൂസ് ഉള്ളൂ. അതിന്റെ വാല്യൂ 0 ടു ടി, 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നെഗറ്റീവ് സൈഡിൽ അതിന് വാല്യൂസ് ഇല്ല. അപ്പൊ യു ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്തിട്ടെടുക്കാം? ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് അല്ലെങ്കിൽ കോസൽ സിഗ്നൽ. ഓക്കെ, ആ കണ്ടീഷൻ മനസ്സിലായോ? ഈ കണ്ടീഷനാണ് ഇമ്പോർട്ടന്റ്.
ഈ കണ്ടീഷൻ ആണ് ഇമ്പോർട്ടന്റ്. എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഓഫ് ടിന്റെ വാല്യൂ 0 ആണ്. ദിസ് ഇസ് ഓൾസോ കോൾഡ് എസ് റൈറ്റ് സൈഡഡ് സിഗ്നൽസ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 6u ഓഫ് ടി അല്ലേ? 6u ഓഫ് ടി എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി പോസിറ്റീവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 6 ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ പറയാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി ഇൻറ്റു യു ഓഫ് ടി. യു ഓഫ് ടി വന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ? മറിച്ചിവിടെ യു ഓഫ് എൻ പ്ലസ് 2 ആണെങ്കിൽ എന്താ? അത് നോൺ കോസൽ ആയി. കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നെഗറ്റീവ് അതിലൊരു വാല്യൂ ഉണ്ട് അല്ലെ? ബട്ട് യു ഓഫ് എൻ മൈനസ് 2 ആണെങ്കിൽ അത് ഒരു ഡിഫറൻസിലായോ? ഇതാണ് എന്ത്? കോസൽ സിഗ്നൽ. സിഗ്നലിന് പോസിറ്റീവ് സൈഡിൽ മാത്രമേ വാല്യൂസ് ഉണ്ടാകുള്ളൂ. കണ്ടീഷൻ എന്താണ്? അതാണ് ഇമ്പോർട്ടന്റ്. എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നോൺ കോസൽ സിഗ്നലിന്റെ എക്സാമ്പിളോ? നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു 0. എന്താണ്? അവിടെ നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ കൂടെ അതിന് എന്ത് ചെയ്യുക? ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും ആ സിഗ്നലിന്. ഇതിന് നമുക്ക് ഒന്നുകിൽ ടു സൈഡഡ് സിഗ്നൽ എന്ന് പറയാം. ടു സൈഡഡ് സിഗ്നൽ എന്ന് പറയാം. എന്തുകൊണ്ടാ? അതിന് ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സിഗ്നൽ വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ ഓർ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ എന്നും പറയാം. ഇതിന് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ എന്നും പറയാം. ഇതാണ് നോൺ കോസൽ സിഗ്നൽ. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു സിഗ്നൽ പറഞ്ഞേ. നോൺ കോസൽ സിഗ്നലിന് എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. കോസൽ വെച്ച് കമ്പയർ ചെയ്തിട്ട് നോൺ കോസലിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ. യു ഓഫ് മൈനസ് ടി എന്താ? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് മൈനസ് ടി. റൈറ്റ് സൈഡഡ് ആണോ ലെഫ്റ്റ് സൈഡഡ് ആണോ? അല്ലെങ്കിൽ കോസൽ ആണോ നോൺ കോസൽ ആണോ? ഏതാണ് പറഞ്ഞേ? നോൺ കോസൽ അല്ലേ? യു ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് നേരെ യു ഓഫ് ടിന്റെ ടൈം റിവേഴ്സൽ അല്ലേ? അപ്പൊ അതിന് നെഗറ്റീവ് സൈഡിൽ മാത്രമല്ലേ വാല്യൂസ് ഉള്ളൂ അല്ലേ? അപ്പൊ അതെന്താണ്? ലെഫ്റ്റ് സൈഡഡ് അല്ലേ? അല്ലെങ്കിൽ നോൺ കോസൽ അല്ലേ? ഞാൻ ഓഡിയബിൾ അല്ലേ? ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ. എന്താ? ഡിസ്ക്രീറ്റിന്റെ കേസിൽ ഏതായിരുന്നു അത്? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു യു ഓഫ് എൻ മൈനസ് എൻ പ്ലസ് 2. അതെങ്ങനെയുള്ള സിഗ്നൽ ആയിരിക്കും? എൻ പ്ലസ് 2 ആണ് അല്ലേ? സോ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് വരുന്നത്. ഇവിടെ 2 യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് ഇങ്ങനെ പോകും. ഇതിന്റെ ഒക്കെ യൂണിറ്റുകൾ 1 ആയിരിക്കും. അതിന്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. യു ഓഫ് എൻ പ്ലസ് 2 ആണ്. ഇത് 0 -1 -2 1 2 3 ഇങ്ങോട്ടേക്ക് n. ആ ഒരു സിഗ്നൽ കാണുന്നില്ല. അപ്പൊ യു ഓഫ് എൻ പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്?
നോൺ കോസൽ ആണ്. ബട്ട് യു ഓഫ് എൻ മൈനസ് ടു എന്ന് പറയുന്നത് കോസൽ ആണ് അല്ല. യു ഓഫ് എൻ മൈനസ് ടു എന്താണ്? കോസൽ ആണ്. എന്താണ് അത്? റൈറ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ്. റൈറ്റ് സൈഡിൽ നിന്നാണ് ഷിഫ്റ്റ്. ഈ 2 തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങും. 1 2 3 ഇതാണ് യു ഓഫ് എൻ മൈനസ് ടു. മറിച്ച് യു ഓഫ് പ്ലസ് ടു ആണെങ്കിൽ അത് 2 സൈഡഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ഓക്കെ. ഇനി പ്യൂർലി ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽസിന് നമ്മൾ ആന്റി കോസൽ എന്ന് പറയും. ഇപ്പൊ നോൺ കോസലിനായാലും ഒന്നുകിൽ 2 സൈഡഡ് ആകാം, പോസിറ്റീവും നെഗറ്റീവും ഉള്ളതും ആകാം, നെഗറ്റീവ് മാത്രം ഉള്ളതും ആകാം. ഓക്കെ. ബട്ട് ആന്റി കോസൽ എന്ന് പറഞ്ഞാൽ പ്യൂർലി ലെഫ്റ്റ് സൈഡഡ് ആയിരിക്കും. ആന്റി കോസൽ ആയിരിക്കും. ബട്ട് നമുക്ക് എക്സ് ഓഫ് എന്നുള്ള ഈ എക്സാമ്പിൾ നമുക്ക് ആന്റികോസ് എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം പ്യൂർലി ലെഫ്റ്റ് സൈഡിൽ അല്ല, ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. സോ അത് 2 സൈഡഡ് സിഗ്നൽ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൊമിനിക്, ആദില്, ഷാരോൺ, വൈഷ്ണവ് അവർക്കൊക്കെ ക്ലിയർ ആണോ? അശ്വിൻ, വിഷ്ണു, ഷീസ്, ഓക്കെ. ഇത് ഇപ്പോഴെന്നെ ശ്രദ്ധിച്ചു പോണേ, ഇതൊക്കെ ബേസിക്സ് ആണ്. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് എന്നൊക്കെ പറയും. അപ്പോഴെന്താണ് അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതിന്റെ മുകളിലാണ് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ചെയ്യാനുണ്ടാകുക. അപ്പോഴൊരു കാര്യം ചെയ്യ്, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുത്തേ, അതുകൂടി ഒന്ന് നോക്ക്. ചെക്ക് വെദർ ദ ഫോളോയിങ് സിഗ്നൽസ് ആർ കോസൽ ഓർ നോൺ കോസൽ. അതിന് ഫസ്റ്റ് വൺ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2t ഇൻറ്റു യു ഓഫ് മൈനസ് ടി. Okay, check whether the following signals are causal or non-causal. First one, x of t is equal to e raised to minus 2t into u of minus t. Second one, x of n is equal to u of minus 4 minus n. സിമ്പിൾ ആണ്. ഒന്ന് നിങ്ങൾ ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കും. ഇതൊക്കെ 5 മിനിറ്റ് കൊണ്ട് ഈ മൊത്തം ഞാൻ ഇന്ന് തന്ന മൊത്തം ഹോംവർക്ക് ഒന്നിച്ച് ചെയ്യാം. 5 or 10 മിനിറ്റ് മതി. ഒറ്റയൊരിക്കൽ ചിന്തിച്ചാൽ മതി. ഒരു സ്റ്റെപ്പൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 ഹോംവർക്ക് വന്നത്. അല്ലാതെ ബേർഡൻ ആയിട്ട് എടുക്കരുത്. ഇന്ന് പഠിച്ചത് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കിയാലേ അത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കിയിട്ട് നാളെ ആൻസർ പറ. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാം ഒറ്റ സ്റ്റെപ്പിലേ ഉള്ളൂ. നിങ്ങൾക്ക് വേഗം ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് തന്നെ ഹോംവർക്ക് ഒരു കുറച്ചുണ്ടാവും, എന്നാൽ അത് 4 സ്റ്റെപ്പേ വരുള്ളൂ. ഓക്കെ, അപ്പൊ അത് വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1. Present, miss. ഓക്കെ, 2. Present, miss. 3. Present. 4. Present, miss. 5. Present, miss. 6. Present, miss. 7. Present, miss. 8. Present, miss. Present, miss. Okay, 10. Present, miss. 11. Present, miss. Roll number 11. Okay, 12. Present, miss. ഓക്കെ, ഗുഡ്. അപ്പോൾ ഓൾ പ്രസന്റ് ആണല്ലേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുത്തിട്ടുണ്ടോ? ചെക്ക് വെദർ ദ ഫോളോയിങ് സിഗ്നൽസ് ആർ കോസൽ ഓർ നോട്ട്. എന്നിട്ട് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് മൈനസ് ടി ആൻഡ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് മൈനസ് 4 മൈനസ് എൻ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.
ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നാളത്തേക്ക് ആ 2 ചെറിയ ഹോംവർക്കുകളൊന്ന് ചെയ്തിട്ട് കേട്ടോ.